അറിവിന്റെ പുതിയ ലോകത്തേക്കുള്ള കുഞ്ഞുങ്ങളുടെ പ്രയാണത്തിന്റെ പ്രധാന ഘട്ടമാണ് ഓരോ പ്രവേശനോത്സവവും. തിങ്കളാഴ്ച നടക്കുന്ന പ്രവേശനോത്സവത്തിനായുള്ള ഒരുക്കത്തിലാണ് കൊയിലാണ്ടി GVHS. സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് വാട്ടർ ടാങ്കുകളെ ക്ലീൻ ചെയ്തു, അതുപോലെ വെള്ളം പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുപോലെ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ബിൽഡിങ്ങുകൾക്ക് ഫിറ്റ്നസ് വാങ്ങിയിട്ടുണ്ട്. നല്ല അഡ്മിഷനാണ് ഈ വർഷം സ്കൂളിൽ ഉണ്ടായത്. അപ്പോൾ 2000-ൻ്റെ അടുത്ത് കുട്ടികൾ നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇപ്പോൾ നിലവിൽ ഉണ്ട്. മറ്റ് എല്ലാ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കി എല്ലാ തരത്തിലും കുട്ടികളെ വരവേൽക്കാൻ വേണ്ടി സ്കൂൾ റെഡി ആയിട്ടുണ്ട്. സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങ് കൊയിലാണ്ടി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിജില പറവക്കോടി ഉദ്ഘാടനം ചെയ്യും. പ്രവേശനോത്സവത്തോടനുബന്ധിച്ചുള്ള ശുചീകരണത്തിൽ വിവിധ സംഘടനകൾ പങ്കാളികളായെന്ന് PTA പ്രസിഡന്റ് സുജീന്ദ്രൻ V പറഞ്ഞു. പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്യാമ്പസുകൾ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ 99% വർക്കും കഴിഞ്ഞിട്ടുണ്ട്. സംഘടനകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പുകാരുണ്ടായിരുന്നു, മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ PTA മുഴുവൻ ആളുകളും അധ്യാപകരുടെ സജീവമായ സഹായവും സാന്നിധ്യവും ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ സ്കൂളിന്റെ വിജയത്തിനെ കുറിച്ചും ഈ വർഷം നടത്തുന്ന മുന്നൊരുക്കങ്ങളെക്കുറിച്ചും സ്റ്റാഫ് സെക്രട്ടറി ഷിജു OK പറഞ്ഞു. SLCയിലും അതുപോലെ തന്നെ +2 തലത്തിലും നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു മുന്നേറ്റം ഞങ്ങളുടെ അഡ്മിഷനിലും ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലൊക്കെ നല്ല രീതിയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഇവിടെ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടി SRG യോഗം ചേരുകയും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി PTA നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ തരത്തിലും നല്ല ഒരു അധ്യയന വർഷത്തിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.